Hi everyone, good evening and welcome to the webinar. Okay, അപ്പോൾ നമുക്ക് ഇന്നത്തെ വെബിനാർ തുടങ്ങുന്നതിന് ഒരു സിറ്റുവേഷൻ മാനേജ് തുടങ്ങാം. ഒരു സെനാരിയോ, അതായത് ഇന്നലെ ഏകദേശം ഒരു രാത്രി 2 മണിക്ക് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്ന നിങ്ങളുടെ ഇമെയിൽ സെർവറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി സെർവറിലേക്കോ പെട്ടെന്ന് ആയിരക്കണക്കിന് ലോഗിൻ അറ്റംപ്റ്റ്സ് നടക്കുകയാണ്. അത് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലേർട്ട്സോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ഡേ നിങ്ങൾ മോർണിംഗിൽ ചെന്നിട്ട് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സിസ്റ്റത്തിൽ ഒരു വ്യത്യാസമോ ഒരു എററോ അല്ലെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു നോർമൽ യൂസർ ആക്ടിവിറ്റി ആണോ അതോ ഒരു ഹാക്കർ നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ഇത് തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഹാക്കിംഗ് മെത്തേഡ് ഉണ്ട്. സെക്കൻഡുകൾക്കകത്ത് ആയിരക്കണക്കിന് തവണ നമ്മുടെ സിസ്റ്റം ലോഗിൻ ചെയ്യാനായിട്ട് പല പാസ്വേഡ്സ് അത് ഒരേ സിസ്റ്റത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ രീതിയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാക്കർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ സിസ്റ്റം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്നുള്ള. ഓക്കെ, നമ്മുടെ സിസ്റ്റം ലോഗ്സില് ഈ കാര്യങ്ങളൊക്കെ ലോഗ് ഉണ്ട്. അതായത് ഈ ഹാക്കർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റം ഒരു എവിഡൻസ് ആയിട്ട് ലോഗ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് കൃഷ്ണ പ്രശാന്ത്. ഞാൻ ടെഡോറ ഹാക്കർ അക്കാഡമിയിൽ സീനിയർ പൈത്തൺ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും ഇന്നത്തെ വെബിനാർ. നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക് ആണ് ബിൽഡ് എ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഡിറ്റക്ടർ യൂസിങ് പൈത്തൺ. ഓക്കെ, ആർക്കെങ്കിലൊക്കെ ബ്രൂട്ട് ഫോഴ്സ് എന്താന്നൊക്കെ അറിയാമോ? കൂട്ടത്തില് സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ആർക്കെങ്കിലൊക്കെ ഉണ്ടോ? ആൻഡ് പൈത്തൺ, എത്ര പേർക്ക് പൈത്തൺ അറിയാം? ആരെങ്കിലും ഉണ്ടോ പൈത്തൺ അറിയാത്തത്? പൈത്തൺ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? ഐ തിങ്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലെ? സോ ഈ വെബിനാറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാക്കിംഗ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഹാക്കിംഗ് എന്ന് പറയാനല്ല, മറിച്ച് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഡിറ്റക്ഷൻ ടൂൾ ഉണ്ടാക്കാമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ പോകണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു പൈത്തൺ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ വെബിനാറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, എങ്ങനെയാണ് അത് നടക്കുന്നത്, എങ്ങനെ പൈത്തൺ കൊണ്ട് ഒരു ടൂൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ആരെങ്കിലും സോക്ക് അനലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അവരൊക്കെ റിയൽ ലൈഫില് സൈബർ സെക്യൂരിറ്റി കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നൊക്കെ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാം. സോ നമുക്ക് നമ്മുടെ വെബിനാറിലേക്ക് തുടങ്ങാം. അപ്പോ എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിലേക്ക് പാസ്വേഡ് കണ്ടെത്താനായിട്ട് ഹാക്കർമാര് നടത്തുന്ന ഒരു ഗെസ്സിങ് ഗെയിമാണ് ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ശരിയായ പാസ്വേഡ് കിട്ടുന്ന വരെ അവര് മൾട്ടിപ്പിൾ ടൈംസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അവര് ഓരോ പാസ്വേഡ് കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതിനാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തിപ്പോ ഒരു ലോക്ക് ഉണ്ടെന്ന് വെക്കാം. ആ ലോക്കിനെ തുറക്കാനായിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള 1 മിനിറ്റ്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ ഒരു പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിന് നമ്മുടെ അടുത്ത് ഒരു അറൌണ്ട് തൗസൻഡ്സ് ഓഫ് കീ ഉണ്ടെന്ന് വെച്ചാൽ, അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യാം? ഓരോ ചാവി ഇട്ടിട്ട് അത് തുറക്കാനായിട്ട് നോക്കും. ഇതേ സെയിം മെത്തേഡ് നമ്മുടെ സൈബർ ലോകത്ത് ചെയ്യുന്നതിനാണ് നമ്മൾ
ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഹാക്കേഴ്സ് അവരുടെ ഇന്റലിജൻസോ അങ്ങനെയൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് എന്ത് ചെയ്യണേ, ഒരു കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മുടെ സിമ്പിൾ, നമ്മളിപ്പോ പറയാറുണ്ട് പാസ്വേഡ്സ് ഒരിക്കലും നമുക്ക് സിമ്പിൾ ആയിട്ട് വെക്കരുത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് പാസ്വേഡ് വെക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നോർമൽ ഇത്, അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ 1 2 3 അല്ലെങ്കിൽ പാസ്വേഡ്, അഡ്മിൻ, ഇങ്ങനെയുള്ള നോർമൽ പാസ്വേഡ്സ് ഉണ്ട്. ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഹാക്ക് ചെയ്യാനായിട്ട് തന്നെ അവർ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് തന്നെ പറയുന്നത് കോമൺ പാസ്വേഡ്സ് ആണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന പാസ്വേഡ്സ് മിക്കവരും വയ്ക്കാറുണ്ടാവും. അഡ്മിൻ പാസ്വേഡ്, ഇല്ലെങ്കിൽ പേര് വെച്ചിട്ട് @ഇയർ അല്ലെങ്കിൽ 1 2 3 4 ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ്, അതാണ് കോമൺ പാസ്വേഡ്സ് എന്ന് പറഞ്ഞത്. രണ്ട് പറയാം പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ DOB വെക്കുന്നവരുണ്ട്, ചിലർ ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ യൂസർ നമ്മുടെ പേര് തന്നെ സെക്കൻഡ് നെയിമോ അങ്ങനെയൊക്കെ ആ കോമ്പിനേഷൻസ്. അല്ലെങ്കിൽ അതിന് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ഷണറിയിലെ വർക്കുകൾ ഓരോന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ കോംപ്ലക്സ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല മെത്തേഡ്സ് ആണ് അവർ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇത് ഒരാൾ മാനുവലി ചെയ്യായിരിക്കില്ല ചെയ്യുന്നത്. പകരം അവർ ഓട്ടോമേറ്റഡ് സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ ബോട്ടുകളോ വെച്ചിട്ടായിരിക്കും ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ്സിനുള്ളിൽ അറൌണ്ട് തൗസൻഡ്സ് ഓഫ് ട്രൈ ഔട്ട്സ് ആയിരിക്കും നടക്കുന്നത്. ഇത് പെട്ടെന്ന് സെർവറിന് മനസ്സിലാവില്ല ഇതൊരു അറ്റാക്ക് ആണോ അതോ ഒരു നോർമൽ യൂസർ ആക്ടിവിറ്റി ആണോ എന്ന് പെട്ടെന്ന് നമ്മുടെ സെർവറിന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ പാസ്വേഡ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളത് വയ്ക്കണമെന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ എന്ന് നോക്കാം. എന്തൊക്കെ ഇമ്പാക്റ്റുകൾ വരുന്നത്? ഒന്ന്, അൺഓതറൈസ്ഡ് ആക്സസ്. അതായത് നമ്മുടെ ഒരു പാസ്വേഡ് ഒരു ഹാക്കർക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് നമ്മുടെ സിസ്റ്റത്തെ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള ഇത് പറ്റും, അല്ലെ? അതേപോലെ ഡാറ്റ തെഫ്റ്റ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഫോമിലൊക്കെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചു, അപ്പൊ അതിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതൊക്കെ ഇതായിപ്പോവും. പിന്നെ പ്രൈവസി, എന്തെങ്കിലും കമ്പനി സീക്രട്സ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ കമ്പനി ഡാറ്റ, ഇത് മൊത്തം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സെർവർ ഓവർലോഡ് ആക്കാം. നിങ്ങൾ മിക്കവരും കാതലൻ എന്നുള്ള സിനിമ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലൊരു സീനിൽ കാണിക്കുന്നുണ്ട് ആ സിസ്റ്റം മൊത്തം കത്തുപിടിക്കുന്നത്. അത് ഇതേപോലെ ഹാക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ സെർവർ ഓവർലോഡ് ആയി ഹീറ്റപ്പ് ആയി അങ്ങനെയാണ് അത് കത്തുപിടിക്കുന്ന ഇതുവരെ എത്തുന്നത്. അതേപോലെ ചിലപ്പോൾ ആ സിസ്റ്റം ഓവർലോഡായി ആ സിസ്റ്റം തന്നെ സെർവർ തന്നെ ക്രാഷ് ആയി പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അതേപോലെ അക്കൗണ്ട് ലോക്കൗട്ട്. അക്കൗണ്ട് ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് വെച്ചോ, അപ്പോൾ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ യൂസേഴ്സിന്റെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇത് വരുമ്പോൾ ആ അക്കൗണ്ടേ അങ്ങ് ലോക്കായി പോകും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സേ നടക്കാത്ത അവസ്ഥയിലായി പോകും. മനസ്സിലായോ? ഇതൊക്കെയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് കൊണ്ട് സംഭവിക്കുന്ന നമുക്ക് പറ്റാവുന്ന ഇമ്പാക്റ്റുകൾ. ഇത് ജസ്റ്റ് വെറും ഒരു തിയറി അല്ല, പകരം ഇത് നമ്മുടെ റിയൽ ലൈഫില്, ഇത് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ഇതേപോലത്തെ ഒരു അറ്റാക്സ് നടന്നിട്ടുണ്ടാവും. അത് ഈ പറയുന്ന പോലെ നമ്മുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റേഴ്സ് ആയിട്ടുള്ള സോക്കില് അതിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സൈബർ സ്റ്റാഫുകൾ അവരിതൊക്കെ നോക്കിക്കൊണ്ട് ഓരോ IP അഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം നോക്കിയാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കണ്ടോ എന്നുള്ളത് നോക്കൊണ്ടേയിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്താണെന്ന് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, എന്താണ് അതുകൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, ഇതൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ സിസ്റ്റം ലോഗ്സിൽ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ സിസ്റ്റം ലോഗ്സ് എന്ന് നോക്കിയാലോ. എന്താണ് നമ്മുടെ സിസ്റ്റം ലോഗ്സ്? നമ്മള് ഇത്രയും നേരം പറഞ്ഞത് ഹാക്കർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സോക്ക് അനലിസ്റ്റുകൾ അവരെന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. അവരെന്താ ചെയ്യുന്നത്? അവര് നമ്മുടെ ഈ ലോഗ്സ് മോണിറ്റർ ചെയ്യാൻ തന്നെ, ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ സിസ്റ്റം ലോഗ്സിൽ വരുന്നുണ്ട്. ഈ സിസ്റ്റം ലോഗ്സ് അവര് ഓരോ ടൈം ടു ടൈം ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ
ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ ലോഗിൻ അറ്റംപ്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു പാസ്വേഡ് എറർ വന്നാലും അതല്ല ഒരു ഫെയിൽഡ് ലോഗിൻ ആണോ അതോ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് തന്നെയാണോ, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സിസ്റ്റം ലോഗ്സ് വെച്ചിട്ടാണ്. സിസ്റ്റം ലോഗ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ജസ്റ്റ് ഒരു ഡിജിറ്റൽ ഡയറി എന്ന് പറയാം. അതായത് നമ്മൾ ഡയറി എഴുതുന്നവർ ആരൊക്കെയുണ്ട്? മിക്കവരും ഡയറി എഴുതുന്നുണ്ടോ? ഇപ്പൊ ഡയറി എഴുതൽ കുറവായിരിക്കും അല്ലെ? നോർമലി ഡയറിയിൽ എഴുതി വെക്കാറുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ പഴയ ഇതിലൊക്കെ. എല്ലാ ദിവസത്തെ കാര്യങ്ങൾ, ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്ത് സംഭവിച്ചു എന്നുള്ള ഡയറിയിൽ നമ്മൾ എഴുതി വെക്കുന്ന അതേ രീതി തന്നെ നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ലോഗ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഡയറിയിൽ എങ്ങനെയാണ് എഴുതി വെക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റവും ഈ കാര്യങ്ങളൊക്കെ എന്ത് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എവിടെ സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സിസ്റ്റത്തില് അത് നോട്ട് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ലോഗ്സ് എന്ന് പറഞ്ഞത്. വിൻഡോസിലാണെങ്കിൽ നമുക്ക് ലോഗ്സ് പെട്ടെന്ന് നോക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വിൻഡോസിൽ നോക്കാനായിട്ട് നമ്മൾ ഇവന്റ് വ്യൂവർ എന്ന് പറഞ്ഞിട്ട് ഇവന്റ് വ്യൂവർ ഓപ്പൺ ചെയ്യാം. ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ലോഗ്സ് കാണാം, ഇതില് സെക്യൂരിറ്റി കാണാം, ഇതാണ് ലോഗ്സുകൾ വരുന്നത്. ഓരോ ഇവന്റ് ഐ ഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വിൻഡോസിൽ നോക്കുന്നത്. ഇപ്പോ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ലിനക്സ് ആണ്. ലിനക്സിലാവുമ്പോൾ അത് var/log എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിയിലായിരിക്കും ഈ ലോഗുകളൊക്കെ സേവ് ചെയ്ത് വെക്കുക. ഓരോന്നിലും ഓരോ ഇതുണ്ട്. മാക്കിൽ അതേപോലെ ഉണ്ടാവും. പിന്നെ വെബ് സെർവേഴ്സ് ആണെങ്കിൽ അതിലും ഓരോ വേറെ ലൊക്കേഷൻസ് ആയിട്ടായിരിക്കും ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. പക്ഷെ എല്ലാ സിസ്റ്റത്തിലും എന്തായാലും ലോഗ്സ് കാര്യങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇത് ഒറിജിനൽ ലോഗ് ഫോർമാറ്റ് ഒന്നല്ല, പക്ഷെ എന്നാലും ഒരു എക്സാമ്പിൾ ലോഗ് ഇതിൽ ഒരു 2023 10/27, അതായത് 2023 ഒക്ടോബർ 27 10/5 മോർണിംഗ് 10/5 ഒരു IP അഡ്രസ് ഉണ്ട്. IP അഡ്രസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത് ഓരോ സിസ്റ്റത്തിനും ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ സിസ്റ്റത്തിനും, അത് ലാപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, ഇത് വേറെ എന്തെങ്കിലും ഡിവൈസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു IP ഉണ്ടാവും. ഒരു ഐഡന്റിറ്റി പോലെയാണ്, നമ്മൾ ഐഡന്റിറ്റി കാർഡ് പോലെ തന്നെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അതേപോലെ IP അഡ്രസ് ഉണ്ട്. പിന്നെ ഫെയിൽഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു ഇതാണ് പറയുന്നത്. ഈ ഒരു ലോഗിൻ തന്നെ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൽ ടൈം സ്റ്റാമ്പ് ഉണ്ട്. ആ ടൈം സ്റ്റാമ്പിൽ വെച്ച് നമുക്ക് ഓരോ സമയം വെച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് ചെറിയ സമയത്തിനുള്ളിൽ മൾട്ടിപ്പിൾ ടൈംസ് ലോഗിൻ വരുമ്പോഴാണ്. അപ്പോൾ ടൈം നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരേ ടൈം, വളരെ ചെറിയ ടൈമിൽ കുറെ ലോഗിൻ അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്കതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് വിചാരിക്കാം. ഓക്കെ, നമുക്കത് അലേർട്ടായിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. അതേപോലെ സെക്കൻഡ് പറഞ്ഞ പോലെ IP അഡ്രസ് ഉണ്ട്. IP അഡ്രസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹാക്കറിനെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എവിടെ നിന്നാണ്, ഏത് സിസ്റ്റത്തിൽ നിന്നാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് വരുന്നത് അതിന്റെ ആക്ഷൻ ആണ്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. അവിടെയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത്. ഇതിലിപ്പോ ഫെയിൽഡ് പാസ്വേഡ് എന്നുണ്ട്. അപ്പൊ എന്താ, പാസ്വേഡ് ഫെയിൽഡ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഫെയിൽഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അതൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നല്ല, മറിച്ച് അതൊരു അറ്റാക്കിനുള്ള ശ്രമം തന്നെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ഓരോ പാറ്റേൺസ് കണ്ട് അതിൽ നിന്ന് ഓരോ ലോഗിന്റെ പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഡിഫൻഡർ എന്ന രീതിക്ക് നമ്മൾ ഹാക്കറെ നേരിട്ട് കാണാൻ പറ്റില്ല, ബട്ട് നമുക്ക് അവരുടെ ആ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് ഈ പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് തിരിച്ചറിയുന്നത് നമ്മൾ ഇതേപോലെ ഓരോ റെപ്പിറ്റേറ്റീവ് പാറ്റേൺസ് കണ്ടെത്തിയിട്ടാണ്. അങ്ങനെ ഓരോ ലോഗുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഹാക്കറെ പിടിക്കാനായിട്ട് പറ്റും.
ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്പനികളിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ ആയിരിക്കും വരാം. അതൊക്കെ നമുക്ക് മെക്കാനിക്കലി ഒരാൾക്ക് ഇരുന്ന് നോക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പൈത്തൺ എന്ന ആ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റിയിൽ പൈത്തൺ ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. വൈ പൈത്തൺ ഫോർ സൈബർ സെക്യൂരിറ്റി? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എന്താണ് ബൈ പൈത്തൺ, നോട്ട് എനി അതർ ലാംഗ്വേജസ്? നമുക്കറിയാം കുറെ ലാംഗ്വേജസ് ഉണ്ട് അല്ലെ പ്രോഗ്രാമിന്റെ, ജാവ, C++, അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ്, അങ്ങനെ പല പല ലാംഗ്വേജസ് ഉണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ പൈത്തൺ ആണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോക്ക് അനലിസ്റ്റുകൾ മുതൽ നമ്മുടെ പെനിട്രേഷൻ ടെസ്റ്റർമാര് അങ്ങനെയുള്ളവരെല്ലാവരും ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സൈബർ സെക്യൂരിറ്റിയിലെ പൈത്തൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രമായിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്, ബട്ട് അവർ അതിനൊരു പ്രോബ്ലം സോൾവിങ് ടൂൾ ആയിട്ടും കൂടിയാണ് കൺസിഡർ ചെയ്യുക. സോ എന്താണ് ഇത്ര ഇതായിട്ട് പറയാൻ ഉള്ള കാര്യം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിന്റെ ബേസിക് സിൻടാക്സ്, വളരെ ഈസി സിൻടാക്സ്. നമ്മൾ മറ്റുള്ള ലാംഗ്വേജില് ബ്രാക്കറ്റ്സും കേർലി ബ്രേസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈത്തൺ നോർമൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണോ ഒരു കണ്ടന്റ് എഴുതുന്നത് അതേപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്ന കോഡ്സുകളൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. നമുക്ക് ഒരാൾക്ക് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോലും എളുപ്പം പഠിക്കാം. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ കോഴ്സ് പറയുന്നത് പൈത്തൺ പഠിക്കാനാണ്. അത്രയും സിമ്പിൾ ആണ് പൈത്തൺ പഠിക്കാനായിട്ട്. അതിന് മറ്റുള്ള ലാംഗ്വേജിന്റെ പോലെ അത്ര വലിയ സിൻടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടാമത് വരുന്നത് അതിന്റെ ഓട്ടോമേഷൻ പവർ ആണ്. ഓട്ടോമേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ എല്ലാം വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഒരേ കാര്യം, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ കുറെ ലോഗ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഓരോന്നോരോന്നായിട്ട് നോക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. നമ്മളത് ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ് നോക്കുക, ഓരോന്നോരോന്ന് നോക്കണ്ടേ. അതിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ ഓരോ സ്ക്രിപ്റ്റുകളെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ലോഗുകളൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ള പെട്ടെന്ന് നോക്കാനായിട്ട് നമുക്ക് പൈത്തൺ സഹായിക്കും. ഒരു നോർമൽ സേയിങ് ഉണ്ട്, അതായത് ഇപ്പൊ ഒരു ജോലി തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യണം. സോ ഓട്ടോമേഷൻ സൈബർ സെക്യൂരിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏറ്റവും എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. മൂന്നാമത് അതിന്റെ ലൈബ്രറീസ് ആണ്. ഇഷ്ടം പോലെ ലൈബ്രറീസ് ഉണ്ട് പൈത്തണിൽ. അത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ടായത് നമുക്ക് ഓരോ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രം സ്ക്രാച്ച് ഓരോന്ന് ചെയ്യേണ്ടി വരില്ല. അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ ലൈബ്രറീസ് ഉണ്ട്. ഇപ്പൊ നെറ്റ്വർക്കിങ്ങിന്റെ ഇതിനൊക്കെ വരാണെങ്കിൽ നമുക്ക് സോക്കറ്റ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അത് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അതേപോലെ തന്നെ ഹാഷ് ലിബ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. പിന്നെ കോമൺ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ നോക്കാനായിട്ട്, റെഗുലർ എക്സ്പ്രഷൻസ് നോക്കാനായിട്ട് റിഗ്രസ് അല്ലെങ്കിൽ RE എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അങ്ങനെ ഇൻബിൽഡ് ആയിട്ട് കണ്ടമാനം ലൈബ്രറീസ് ഉണ്ട്. റിച്ച് ലൈബ്രറീസ് ആണ് പൈത്തന്റെ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും നമുക്ക് എഫിഷ്യന്റും ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ പൈത്തന്റെ സ്പീഡ്, ക്ലാരിറ്റി, അതേപോലെ അതിന്റെ പവർ, ഇത് മൂന്നും കൊണ്ടാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി ഇതില് പൈത്തൺ ഒരു ഓപ്ഷനല്ല, മറിച്ച് അതൊരു മാൻഡറ്ററി സ്കില്ലായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പൈത്തൺ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു ആളെ ഹാക്കറാക്കാനല്ല, പകരം നമുക്ക് അയാളെ ഒരു നല്ലൊരു ഡിഫൻഡർ ആക്കാം. നമുക്ക് ഹാക്കേഴ്സിനേക്കാൾ കൂടുതൽ വേണ്ടത് ഒരു അറ്റാക്കർ എന്ത് ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി കണ്ട് അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റിയുള്ള ഡിഫൻഡേഴ്സിനെയാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ വേണ്ടത്. അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് പൈത്തന്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്നാൽ ഒരു പ്രൊഫഷണൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റോ അല്ലെങ്കിൽ സോക്ക് അനലിസ്റ്റോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു ഹാക്കറിന്റെ ലോജിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നോക്കുന്നത്. ഇതാണ്
ഡിറ്റക്ഷൻ ലോജിക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടന്നു എന്ന് നോക്കാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ലോഗ് റീഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ, നമുക്ക് ലോഗ് നോക്കാം. ലോഗിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലോഗ് വായിക്കും. ലോഗ് വായിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യും. നമുക്ക് എല്ലാം വേണ്ട. ലോഗിൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഇപ്പൊ ഒരു നോർമൽ ലോഗിൻ നടക്കുകയാണെങ്കിൽ അതും ലോഗിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലേർട്ട് വരാണെങ്കിൽ അതും ലോഗിലുണ്ടാവും. അല്ല ഇപ്പോ എന്തെങ്കിലും ഒരു ജെന്യൂൺ ആയിട്ടൊരു പാസ്വേഡ് എറർ വന്നിട്ട് സംഭവിക്കുകയാണെങ്കിലോ അതും ലോഗിലുണ്ടാവും. ഇതെല്ലാം ലോഗിലുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ വേണ്ടത്, ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് ഫെയിൽഡ് പാസ്വേഡ് ആണ്. ഈ ഫെയിൽഡ് പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. മൂന്നാമത്, നേരത്തെ ഞാൻ കാണിച്ച ഇതിൽ ഉള്ള പോലെ തന്നെ, എക്സാമ്പിൾ ഉള്ള പോലെ തന്നെ ഓരോ ഇതിലും അതിൽ IP അഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇങ്ങനത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ IP അഡ്രസ്, ഒരേ IP അഡ്രസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈംസ് ഓരോ അറ്റാക്ക് ഫെയിൽഡ് ആയിട്ട് അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സെയിം IP ഉണ്ടോ നോക്കും. IPക്ക് അനുസരിച്ച് IP കൗണ്ട്സ് എടുക്കാൻ നോക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ കേസ് അതൊരു മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ട്, നമ്മളിപ്പോ ഒരു നോർമലി ഒരു 3-4 ടൈം ഒക്കെ ഒരു നോർമൽ ഇതിൽ ചിലപ്പോൾ ഒരാൾക്ക് തെറ്റിപ്പോയെന്ന് വെക്കാം. അതല്ലാണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഫെയിലിയർ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രൂട്ട് ഫോഴ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മൾട്ടിപ്പിൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഒരു ട്രിഗർ വേണം, എന്താ ഒരു അലേർട്ട് പറയണം, അതൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വരാനുണ്ട്, അതൊരു സസ്പീഷ്യസ് ബിഹേവിയർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. നമുക്ക് നോർമൽ ആയിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇതില് പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് വേറെ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് അവര് ഇതേ ലോജിക്കാണ് അതേ ആ ടൂൾസ് എല്ലാം യൂസ് ചെയ്യുന്നത്. വ്യത്യാസം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോ ഇതിൽ കാണിക്കുമ്പോൾ ഒരു സിമുലേഷൻ എന്നുള്ള ഒരു പർപ്പസ് ആണ്. അപ്പൊ നമ്മൾ ചെറിയൊരു ലോഗ് ഫയൽ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ റിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സെർവർ ലോഗ്സ് ഉണ്ടാവും, ക്ലൗഡ് ലോഗ്സ് ഉണ്ടാവും, ഫയർവെയർ ലോഗ്സ് ഉണ്ടാവും, പിന്നെ മൾട്ടിപ്പിൾ ലോഗ്സ് ഉണ്ടാവും. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ടൂൾസ് ആവശ്യമുണ്ടാവും. അപ്പൊ ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി കുറെ ടൂൾസ് ഉണ്ട്. സ്പ്ലങ്ക് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, വസു എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, ഫയർ ടു ബാൻ എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്. അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഒക്കെ ഇതേ ഒരു ലോജിക്ക് തന്നെയാണ് നോക്കുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ലോഗ് അനലൈസ് ചെയ്യും, ലോഗ് റീഡ് ഔട്ട് ചെയ്യും, അതിനെ ഒബ്സർവ് ചെയ്യും. ലോഗില് എല്ലാ ലോഗ് ലൈൻ ബൈ ലൈൻ ഓരോ ലോഗും അത് റീഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതില് എന്തെങ്കിലും ഫെയിൽഡ് പാസ്വേഡ് അറ്റംപ്റ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം സോർട്ട് ഔട്ട് ചെയ്യും, അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഫെയിൽഡ് പാസ്വേഡ് ആയിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ അതിന്റെ IP അഡ്രസ്സുകൾ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് IP അഡ്രസ് വെച്ച് കൗണ്ട് ചെയ്യും. ഓരോ ഫെയിൽഡ് അറ്റംപ്റ്റ് എത്ര വട്ടം ഓരോ IP എന്ന് വന്നെന്ന് നോക്കും. എന്നിട്ട് സെർട്ടൻ ഒരു ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും, ഒരു ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടുണ്ടാവും. ആ വാല്യൂവിനെ എക്സീഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോ തന്നെ ഒരു അലേർട്ട് വരും. അലേർട്ട് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് അറ്റംപ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഫ്ലോ ചാർട്ടിൽ ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ലോജിക് ബിഹൈൻഡ് വരുന്നത്. നമുക്ക് ഈ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പൈത്തൺ ഡിക്ഷണറി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പൈത്തൺ ഡിക്ഷണറിനെ നമ്മൾ സൈബർ സെക്യൂരിറ്റി വേൾഡിൽ അതിനൊരു സെന്റിനൽ ഐ എന്നുള്ള കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണ് പോലെ, ഒരു മാന്ത്രിക കണ്ണോ അല്ലെങ്കിൽ മൂന്നാം കണ്ണോ എന്നൊക്കെ ഉള്ളൊരു ഇത്, അങ്ങനത്തെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പൈത്തൺ ഡിക്ഷണറി. നമുക്ക് എന്താ പൈത്തൺ ഡിക്ഷണറി നോക്കാം, എങ്ങനെയാണ് അതില് നമ്മൾ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റംപ്റ്റിനെ കണ്ടെത്തുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണ് പൈത്തൺ ഡിക്ഷണറി? പൈത്തൺ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്നൊക്കെ പറയാം.
ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കീ വാല്യൂ പെയർസ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓരോ ഡാറ്റേനെയും നമ്മൾ അതിന്റെ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഡാറ്റാസ് യുണീക്ക് ഡാറ്റാസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ആണ്. അതിലെങ്ങനെ സേവ് ചെയ്തേക്കുന്നത്? IP അഡ്രസ്, ഫെയിൽഡ് കണ്ടന്റ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു എക്സൽ ഷീറ്റിൽ 2 കോളം ഉണ്ട്. ഒരു കോളത്തില് IP അഡ്രസ്, മറ്റൊരു കോളത്തില് അതിന്റെ ഫെയിൽഡ് അറ്റംപ്റ്റിന്റെ കൗണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾ പൈത്തണിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതൊരു ഡിക്ഷണറിയിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിലിപ്പോ എന്താ ചെയ്യുക? ഓരോ ലോഗ്സ് കൗണ്ട് ഔട്ട് ചെയ്യുമ്പോൾ അതില് ഇപ്പോ അതിൽ എക്സാമ്പിൾ കാണാം, ഫെയിൽഡ് അറ്റംപ്റ്റ്. അതിൽ ആദ്യം ഒരു IP അഡ്രസ് ഉണ്ട്, അതിന്റെ കൗണ്ട് 3. രണ്ടാമതൊരു IP അഡ്രസ് ഉണ്ട്, അതിന്റെ കൗണ്ട് 1. ഇങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. ഓരോ IP അഡ്രസിന്റെയും ഫെയിൽഡ് അറ്റംപ്റ്റ്സ് എന്നുള്ളത് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ലോഗില് ഒരു IP അഡ്രസ് വരുമ്പോൾ ആ IP അഡ്രസ്സിന് ആദ്യം 1 എന്നുള്ള ഒരു കൗണ്ട് കൊടുക്കും. നെക്സ്റ്റ് ടൈം വീണ്ടും ഇതേ IP അഡ്രസ് തന്നെ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ കൗണ്ട് 2 ആയിട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പൊ ഈ കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ത്രെഷോൾഡ് വാല്യൂവിനെ കവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അപ്പൊ തന്നെ ഒരു അലേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കില് പൈത്തണില് നമ്മൾ ഡിക്ഷണറി എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഡിക്ഷണറി എന്താന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഡിക്ഷണറിയിലെ അറ്റംപ്റ്റ്സും അതേപോലെ തന്നെ IP അഡ്രസ്സുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ടും എങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇത് എങ്ങനെ പൈത്തണിൽ ചെയ്യാം എന്നുകൂടെ നോക്കാം. സോ പൈത്തണിലെ കോഡിങ്ങിന്റെ രീതി ഇതാണ്. പൈത്തണില് കോഡിങ് ചെയ്യുന്നത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാം. എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് നമ്മളൊരു ഫെയിൽഡ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഉണ്ടാക്കും. എന്നിട്ട് അതിൽ IP അഡ്രസ്സും അതിന്റെ വാല്യൂസും ചെയ്യും. അതേപോലെ നമുക്ക് ഏത് ലോഗ് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഓപ്പൺ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് പൈത്തൺ ക്യാൻ അതെന്താ റീഡ് ചെയ്യാൻ പറ്റാനായിട്ട് അങ്ങനെ ആ ഫയലിന് ആക്സസ് കൊടുക്കാം. ആ ഫയലിൽ എന്ത് ചെയ്യുന്നിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഓരോ ലൈൻ ബൈ ലൈൻ ആദ്യം വായിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ടോ നോക്കും. ഇൻ കേസ് ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് IP അഡ്രസ് പാർസ് ചെയ്തെടുക്കാം. IP അഡ്രസ്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ IP അഡ്രസ്സിന്റെ കൗണ്ട് ആദ്യം ഇനീഷ്യല് 1 കൊടുക്കും. പിന്നെ ഓരോ വട്ടം ലോഗില് ഈ IP അഡ്രസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ഒരു സർട്ടൻ ത്രെഷോൾഡ് വാല്യൂ, ഇത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു 5 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. 5 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അലേർട്ട് വേണം. സോ ഞാൻ പൈത്തൺ കോഡ് കാണിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പൈത്തൺ കോഡ് കണ്ട ആരും പേടിക്കേണ്ട. അത്ര വലിയ കോഡൊന്നുമില്ല. ഇത് നമ്മളിപ്പോ എഴുതുമ്പോൾ ഇത്തിരി ഇതുണ്ടെന്നെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ലോജിക് വെച്ചിട്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന സിമുലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, അതിന്റെ ലോജിക് എങ്ങനെയാണെന്ന് പറയാനാണ്. ഇതെല്ലാം നമ്മൾ ഒറിജിനൽ യൂസ് ചെയ്യുക. നമ്മൾ അതിന്റെ ടൂൾസ് ഉണ്ട്, ഒറിജിനൽ ടൂൾസ് ഇപ്പൊ അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ. അതല്ലാണ്ട് നമുക്കും ഇൻ ഫ്യൂച്ചർ ഒരു സൈബർ വേൾഡിലെ ഒരു സൈബർ ആർക്കിടെക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടേതായിട്ടുള്ള ടൂൾസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോ കോഡ് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കണം. കോഡിലായും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിക്ഷണറി, ഒരു empty ഡിക്ഷണറി ഉണ്ടാക്കി. ആ empty ഡിക്ഷണറിയിലേക്കാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെയാണോ IP അഡ്രസ്സുകളൊക്കെ കിട്ടുക അതിന്റെ IP അഡ്രസ്സും അതേപോലെ തന്നെ അതിന്റെ കൗണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കാനായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഞാൻ ഒരു ചെറിയൊരു ഫയലാണ് എടുത്തേക്കുന്നത്.
ഇതൊരു സാമ്പിൾ ആയിട്ട് പറയാം. ഇങ്ങനെയാണ് ഒരു ലോഗ് ഫയൽ ഉണ്ടാവുക. അതില് ഇതേപോലെ തന്നെ ആയിരിക്കും ഓരോ ലോഗ്സ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കാം, അതിൽ കണ്ട ഫെയിൽഡ് പാസ്വേഡ്സ്, അതേപോലെ ഇൻവാലിഡ് യൂസർ സപ്പോർട്ട്സ്, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് പാസ്വേഡ്, പിന്നെ അക്സെപ്റ്റഡ്, അങ്ങനെ പല പല ഇതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഈ ഡയറിയിൽ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ലോഗില് എല്ലാ കാര്യവും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ലോഗ് ഫയൽ പാത്ത്, നമുക്ക് തുറക്കേണ്ട ഫയൽ, അതിന്റെ പാത്താണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ ലോഗ് എന്നുള്ള ഫയല് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പാത്താണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻജെക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇൻജെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ എന്നൊരു പൈത്തൺ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. ഫയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ് എന്നൊക്കെ പറയും പൈത്തണിൽ. ഇതിനെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് അതിൽ നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഫയൽ ലോഗ് പാത്ത്, അതായത് ഈ ഫയൽ ഓപ്പൺ ചെയ്യും. R4 റീഡ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. ആ ഫയലിനെ റീഡ് ചെയ്യാൻ, ഇതിനാണ് നമ്മൾ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് റോ ലോഗ് ഡാറ്റയെ നമ്മൾ ഒരു അനലിസ്റ്റ് ഇൻജെക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞത്. അതേ സെയിം കൺസെപ്റ്റ് പൈത്തണിൽ യൂസ് ചെയ്തേക്കുന്നതാണ് വിത്ത് ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട്. സെക്കൻഡ്, നമ്മൾ എന്താ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് ലോഗ് ഫയലിലെ ഓരോ ലൈനും റീഡ് ചെയ്യാം. അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ലൂപ്പുകളാണ് എങ്ങനെ യൂസ് ചെയ്യുക, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ലൈൻ ഉണ്ട്. അപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞ് പിന്നെ അടുത്ത ലൈൻ, പിന്നെ പിന്നത്തെ ലൈൻ ഇങ്ങനെ നമുക്കത് ഓരോന്നായിട്ട് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് കൊടുത്തേക്കുന്നത്. തേർഡ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈവന്റ് ഫിൽറ്ററിങ്. ഈവന്റ് ഫിൽറ്ററിംഗിൽ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കണ്ട പോലെ തന്നെ സക്സസ്ഫുൾ ഇതുണ്ട്, അല്ല ഫെയിൽഡ് ഉണ്ട്, വേറെയും അലേർട്സ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്നത് എന്താ? ഫെയിൽഡ് പാസ്വേഡ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമുക്ക് നോക്കേണ്ടുള്ളൂ, അല്ലെ? അപ്പോൾ ഈ ഫെയിൽഡ് പാസ്വേഡ് ആയിട്ടുള്ള ലോഗ് ലൈനുകൾ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തേക്കണം. അതിനാണ് നമ്മൾ ഇഫ് ഫെയിൽഡ് പാസ്വേഡ് ഇൻ ലൈൻ ഡോട്ട് ലോവർ എന്ന് പറയുന്നത്. നമ്മളത് പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൈത്തണിൽ അപ്പർ കേസിലും ലോവർ കേസിലും ഉള്ള ഓരോ സെയിം വാല്യൂസ് ആണെങ്കിലും അതിനെ രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫുൾ ലൈനെ സ്മോൾ ലെറ്റേഴ്സ് ആക്കും, ലോവർ ലെറ്റേഴ്സ് ആക്കും, ലോവർ കേസിലേക്ക് ആക്കിയിട്ട് അപ്പൊ അതിൽ ചിലപ്പോൾ ഫെയിൽഡ് പാസ്വേഡിൽ ഇപ്പൊ F ക്യാപിറ്റൽ ആയിട്ടായിരിക്കും, P ക്യാപിറ്റൽ മാത്രം, അല്ലെങ്കിൽ ഫുൾ ക്യാപിറ്റൽ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഡിങ് വെച്ചിട്ട് നമുക്ക് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ഇങ്ങനെ ഒരു ലോവർ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലോവർ കേസ് ആക്കിയിട്ട് അപ്പൊ അതിൽ എങ്ങനെയൊക്കെ എഴുതിയാലും ഈ ഫെയിൽഡ് പാസ്വേഡ് എന്നുള്ളത് പൈത്തണ് അറിയാൻ പറ്റും, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ട്രൈ ക്യാച്ച് മെത്തേഡ് എന്നാണ് പറയാം. ട്രൈ ക്യാച്ച് മെത്തേഡിൽ വെച്ചിട്ട് സ്ലൈസിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ IP-നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. ഇതില് നമുക്ക് ഇത് ഒരു സിമ്പിൾ ഇതാണ്. ഇത് സ്ലൈസിങ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തണിൽ അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ IP അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ലാണ്ട് പല മെത്തേഡ്സ് വേറെ ഉണ്ട്. പൈത്തണിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാന്നല്ല, നമുക്കിപ്പോ ഒരേ കോഡിങ് തന്നെ എല്ലാവരും ചെയ്യണമെന്നില്ല. നമുക്ക് പലവരും പല രീതിയിലായിരിക്കും. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. പിന്നെ ആക്ച്വൽ പ്രോഗ്രാമിംഗ് സമയത്ത് നമ്മൾ അതിന്റെ മെമ്മറി കാര്യങ്ങൾ കുറച്ചും കൂടെ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ ഏതാണ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വേ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് നോക്കുന്ന ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്ലൈസിങ് എന്നുള്ള രീതിയിലാണ്. ഇതിലിപ്പോ IP സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് IP എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് IP സ്റ്റാർട്ട് R5 ഫ്രം +5 എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഫെയിൽഡ് പാസ്വേഡ് വന്നേക്കുന്നതില് ഫോർ ഇൻവാലിഡ് യൂസർ ഗസ്റ്റ് ഫ്രം കഴിഞ്ഞിട്ടാണ് നമ്മുടെ IP അഡ്രസ് വന്നേക്കുന്നത്. അപ്പൊ ഫ്രം +5 എന്ന് പറയുമ്പോൾ ഫ്രം വെച്ച് കൗണ്ട് ചെയ്യാം. അപ്പൊ 1 2 3 4 5 കഴിഞ്ഞിട്ട് ഇപ്പൊ 0 തുടങ്ങിയ ഇൻഡെക്സ് വരിക. അപ്പോൾ ഈ 5 കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ IP അഡ്രസിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് കൊടുക്കാം. അതേപോലെ എൻഡ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, പോർട്ട് എന്നാണ് പറഞ്ഞത്. പോർട്ടിന് തൊട്ട് മുമ്പാണ് ഒരു ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എൻഡ് എന്നുള്ളത്
പോർട്ടിന്റെ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫൈൻഡ് പോർട്ട് എന്നിട്ട് IP സ്റ്റാർ -1 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ സ്പേസും കൂടെ കഴിഞ്ഞിട്ട് നോക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ IP അഡ്രസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യം ലോഗ് തുറക്കാം, ലോഗ് റീഡ് ചെയ്യാം, ലോഗിന്ന് എന്ത് ചെയ്യാം, ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഫെയിൽഡ് പാസ്വേഡ്, ഫെയിൽഡ് അറ്റംപ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം, അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക. മൂന്നാമത് അതിൽ നിന്ന് നമ്മൾ IP അഡ്രസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യാം, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഡിക്ഷണറിനെ യൂസ് ചെയ്യുന്നത്. ഡിക്ഷണറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യും. ആദ്യം കിട്ടുന്ന ലോഗ് വായിക്കുമ്പോൾ കിട്ടുന്ന IP അഡ്രസ്സിനെ നമ്മൾ അതിന്റെ ഇനീഷ്യൽ കൗണ്ടായ 1 വെച്ച് കൊടുക്കും. അതേപോലെ വീണ്ടും അതേ IP അഡ്രസ് വരാണെന്നുണ്ടെങ്കിൽ അതിനെ +1 എന്നുള്ളൊരു കൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ വീണ്ടും അതേ സെയിം IP എന്ന് വരാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും 1 കൂട്ടി വരും. അപ്പോൾ ഒരേ IP അഡ്രസ് വീണ്ടും വരുമ്പോൾ അത് 1 എന്നുള്ളത് +1 ആയി 2 ആവും. വീണ്ടും അതിൽ നിന്ന് തന്നെ വരാണെങ്കിൽ +1 ആയി 3 ആവും. വീണ്ടും വരാണെങ്കിൽ +1 ആയി 4 ആവും. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ട്രിഗർ അല്ലെ, അലേർട്ട് സിസ്റ്റം വേണം. എന്തിനാ, ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. അതെപ്പോഴാണ് വരേണ്ടത്, ഈ അറ്റംപ്റ്റ് നമ്മുടെ ത്രെഷോൾഡ് ലെവലിനേക്കാൾ നമ്മളൊരു ലെവൽ പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 5 ആണ്, 5 വരെ, ഇപ്പൊ 4 വരെ ചിലപ്പോ നമുക്ക് തെറ്റിപ്പോവാം, ചിലപ്പോൾ പാസ്വേഡ് നമ്മൾ മറന്നുപോയി എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ജെന്യൂൻ കേസുകളുണ്ടാവും. അതിനെ നമുക്ക് ഇതിലെ നോയിസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ആംബിഗ്യൂറ്റി, അത് ഒറിജിനൽ അലേർട്ട് ആണോ അതല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നോയിസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. പകരം നമ്മൾ നമ്മുടെ ത്രെഷോൾഡ് ലെവലായിട്ടുള്ള 5 എന്നുള്ള ഇത്, 5ക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, 5ക്ക് മുകളിലാണെങ്കിൽ ഈക്വൽ ടു 5 ഓർ ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അലേർട്ട് എന്ന് പറഞ്ഞ ഡിസ്പ്ലേ വരും. എന്നിട്ട് നമ്മുടെ IP അഡ്രസ് കാണിക്കാം, അതേപോലെ എത്ര വട്ടം കൗണ്ട്, ത്രെഷോൾഡ് വിത്ത് എത്ര കൗണ്ട് എന്ന് കാണിക്കും. അതല്ലാത്താണെങ്കിലോ ജസ്റ്റ് IP അഡ്രസ്സും അതിന്റെ കൗണ്ടും മാത്രം കാണിക്കാം. ഇതാണ് നമ്മൾ ഒരു കോഡിങ്ങിൽ ചെയ്തേക്കുന്നത്. ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ VS കോഡിലാണ് അത് ചെയ്തേക്കുന്നത്, ഒരു കോഡ് എഡിറ്റർ ആണ്. ഇതിപ്പോ കാണാം, അലേർട്ട് ഒരു പൊട്ടൻഷ്യൽ ബ്രൂട്ട് ഫോഴ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. അലേർട്ട് എന്ന് പറഞ്ഞു IP-യുടെ ഇത് വന്നേക്കുന്നു 45.55.1.2 exceeded threshold with 6 failed attempts. പിന്നെ വേറെ IP വന്നിട്ടുണ്ട് had 2 failed attempts below threshold. ഇത് നമുക്ക് ആ ലോഗ് ഒന്ന് നോക്കാം. ലോഗിൽ കാണാൻ നിങ്ങൾക്ക് അല്ലേ, ഇതില് 1 2 3 4 5 6 അതിൽ 6 വന്നിട്ടുണ്ട്. പിന്നെ ഇതില് ഇവിടെ വേറൊരു IP വന്നിട്ടുണ്ട്, ഇവിടെ വേറൊരു IP ഫെയിൽഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കൗണ്ട് ചെയ്ത് വന്നു. അങ്ങനെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ഇത് നോക്കുന്നത്. നമ്മളപ്പോ എന്താ ചെയ്യുക, ആദ്യം ലോഗ്സ് നോക്കി, അതേപോലെ പാറ്റേൺസ് നോക്കി, അതിനെ ഡിറ്റക്ട് ചെയ്തു, എന്നിട്ട് അലേർട്ട് ചെയ്തു. ഇതിനാണ് നമ്മൾ സോക്ക് അനലിസ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സോക്ക് അനലിസ്റ്റ് തിങ്ക് ചെയ്യണ്ടേ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇത് ഒരു സിമ്പിൾ പൈത്തൺ ലോജിക് ആണ്, പക്ഷെ ഇതേ ലോജിക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റിയൽ വേൾഡിൽ ഉള്ള ടൂൾസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് റിയൽ വേൾഡിൽ കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഒക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോ റിയൽ വേൾഡ് ടൂൾസ്, ഫോർ എക്സാമ്പിൾ ഒരു 3 ടൂൾസ് ഞാൻ അവിടെ ഉണ്ട്. ഫെയിൽ ടു ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്പ്ലങ്ക് എന്നിട്ടുള്ള ബസ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ നോക്കി ലോഗ് റീഡ് ചെയ്യാനുള്ള. ലോഗ് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ പൈത്തണിൽ എന്താ യൂസ് ചെയ്തത്, പൈത്തണിൽ നമ്മൾ ഓപ്പൺ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പൈത്തണിൽ ചെയ്തത്. അതേ സെയിം കാര്യം തന്നെ റിയൽ വേൾഡിൽ ചെയ്യുന്നത് സ്പ്ലങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടൂൾ വെച്ചിട്ടാണ്. ഇതെന്ത് ചെയ്യും, ഇത് സെർവറുകൾ അല്ലെങ്കിൽ ഫയർവാള്, ക്ലൗഡ് സിസ്റ്റം എന്നിങ്ങനെ പലയിടത്തു നിന്നുള്ള ഡാറ്റാസ് ഒരേ സമയം ഇത് കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അതിനെയാണ് ഈ സ്പ്ലങ്ക് എന്ന് പറയുന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പൈത്തണിൽ നോക്കി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന ഫംഗ്ഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ സ്പ്ലങ്ക് എന്ന് പറയുന്ന ടൂളിലും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, ഡിക്ഷണറി എന്നുള്ള
പൈത്തൺ വെച്ചിട്ട് എന്ത് ചെയ്തേ, നമ്മൾ ഓരോ IP അഡ്രസ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ടുകളും നോക്കി അല്ലെ, അങ്ങനെ ട്രാക്ക് ഔട്ട് ചെയ്തു. ഇതേ കാര്യം തന്നെ നമ്മൾ ഇൻഡസ്ട്രി ലെവലിൽ യൂസ് ചെയ്യുന്നതിനാണ് ഫെയിൽ ടു എന്ന് പറഞ്ഞത് യൂസ് ചെയ്യുന്നത്. ആ ടൂൾ വെച്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓരോ ഇത് നോക്കിയിട്ട് ഇങ്ങനെ IP വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ത്രെഷോൾഡ് എന്നൊക്കെ പോലെ ചെയ്യും. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ കണ്ടെത്താനുള്ള ടെക്നിക്സ് ആണ് അതിലുണ്ടാവും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് വസു എന്ന് പറയുന്നത്. വസു എന്ന് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ റെസ്പോൺസ് ലോജിക്, നമ്മൾ റെസ്പോൺസ് എങ്ങനെ നോക്കിയെന്നുള്ളത്, അതായത് നമ്മള് ത്രെഷോൾഡ് ഒരു 5 എന്നുള്ള ത്രെഷോൾഡ് വെച്ചു. ആ 5 കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു അലേർട്ട് പ്രിന്റ് ചെയ്തു. റിയൽ വേൾഡിൽ നമുക്ക് ജസ്റ്റ് ഒരു അലേർട്ട് മാത്രമായിരിക്കില്ല വേണ്ടി വരാം. ചിലപ്പോൾ നമുക്ക് ആ IP അഡ്രസ് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് യൂസ് ചെയ്യുന്ന ടൂളാണ് വസു എന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മള് ജസ്റ്റ് ഒരു സിമ്പിൾ പൈത്തൺ ലോജിക് ആണെങ്കിലും നമ്മുടെ സൈബർ സെക്യൂരിറ്റി വേൾഡില് ഇത് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. ഈ പൈത്തൺ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ലോജിക് പഠിക്കാനായിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷെ റിയൽ വേൾഡിൽ നമുക്ക് ഇതേപോലെ തന്നെ വലിയ വലിയ ടൂൾസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും നേരം നിങ്ങൾക്ക് എന്താണ് പൈത്തൺ, എന്താണ് ബ്രൂട്ട് ഫോഴ്സ്, എങ്ങനെ അത് മനസ്സിലാക്കാം, എന്താണ് അതിൽ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇതൊക്കെ പഠിച്ചുകൊണ്ട് എന്താ ഗുണം എന്ന് നോക്കണ്ടേ അല്ലെ? നമ്മളെ എന്താണ് നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതാണ് നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്ന സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കരിയർ പാത്ത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ പഠിച്ച എന്താണ് നമുക്ക് ഇതുകൊണ്ടുള്ള യൂസ് എന്നുള്ളത്. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സോക്ക് അനലിസ്റ്റ് L1 എന്നുള്ള ഒരു റോളിലേക്കാണ് നമുക്ക് ഈ ഒരു സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിലേക്കാണ് ഈ സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത്. എന്താണ് സോക്ക് അനലിസ്റ്റിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലോഗ്സ് 24/7 അവര് ഓരോ വസു എന്നുള്ള ടൂൾസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെയിം ടൂൾസോ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ അലർട്ടുകൾ നോക്കും. എന്നിട്ട് ഈ അലർട്ടുകൾക്ക് അനുസരിച്ച് ആ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ഒരു എറർ വന്നാണോ അതോ ആക്ച്വൽ അറ്റാക്കുള്ള ശ്രമമാണോ എന്നൊക്കെ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിഫെൻഡിങ് രീതിയിലുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളും ഒക്കെ ആണ് സോക്ക് അനലിസ്റ്റുകൾ ചെയ്യുന്നത്. ഇതിന് എന്താണ് വേണ്ട സ്കിൽസ് എന്ന് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോ മിക്കവാറും നിങ്ങൾ കൂടുതൽ സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. വിൻഡോസിനേക്കാൾ കൂടുതൽ ലിനക്സ് പ്ലാറ്റ്ഫോമിൽ ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെറ്റ്വർക്കിംഗ് ആൻഡ് ലിനക്സ് ആണ് അറിയേണ്ടത്. അതിലാണ് നമ്മൾ അഡ്രസ്സുകൾ, പോർട്ടുകൾ, ഫയർവാൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ലോഗ് അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ഒരു ലോഗ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ലോഗ് അനാലിസിസ്. പിന്നെ തേർഡ് നമുക്ക് മെയിൻ ഇതായിട്ടുള്ള പറയാം നമ്മുടെ പൈത്തൺ ഇവിടെ നമ്മളൊരു ഹാക്കർ എന്നുള്ള രീതിയിലല്ല, ഒരു ഹാക്കിങ്ങിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റം ഡിഫെൻഡ് ചെയ്യാം, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡാറ്റാസ് ഒന്നും പോവാണ്ട് എങ്ങനെ സെക്യൂർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൈത്തൺ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. പൈത്തനെ നമ്മൾ ഒരു അഡീഷണൽ സ്കിൽ എന്നല്ല, മറിച്ച് അതൊരു എന്താ പറയുക, ഒരു മാൻഡേറ്ററി സ്കില്ല് പോലെയാണ് നമ്മളതിൽ കൺസിഡർ ചെയ്യുന്നത്. പൈത്തൺ പ്ലസ് ലോഗ് പ്ലസ് സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു സോക്ക് അനലിസ്റ്റ് ആവാനായിട്ടുള്ള എൻട്രി ടിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ഒരു കോഡിംഗ് അല്ല ഇവിടെ പഠിക്കുന്നത്, നമ്മൾ മറിച്ച് എങ്ങനെ ഒരു ഡിഫൻഡറെ പോലെ ചിന്തിക്കാം, എങ്ങനെ ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലെ പോലെ ചിന്തിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ
ഒരു ടിപ്പിക്കൽ ഇത് പറഞ്ഞിട്ട് എത്രയാണ് ഏകദേശം ഒരു ഇതെന്നുള്ള ഫോർ ഫ്രഷേഴ്സിന്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ വരുന്നത് ഓരോ ലൊക്കേഷൻ ബേസ്ഡ് ഒക്കെ വെച്ചിട്ട് 3 lakhs തുടങ്ങി 6 lakh പെർ ആണ് നമുക്ക് സാലറീസ് വരുന്നത്. ഇതാണ് പൈത്തണിന്റെ ഇമ്പോർട്ടൻസും അത് വെച്ച് നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും പറയുന്നത്. സോ ഫൈനലി നമ്മൾ നമ്മുടെ ഈ വെബിനാർ സെഷൻ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഒരു പൈത്തൺ കൺസൾട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പൈത്തണിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കൂടുതലും പൈത്തനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് പൈത്തൺ സൈബർ സെക്യൂരിറ്റിയിൽ എത്രയും ഇതാവാന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തത് കണ്ടീഷൻ സൈബർ സെക്യൂരിറ്റി കാറ്റലിസ്റ്റ്, അതായത് ഒരു കരുത്തുറ്റ ഡിഫൻസ് എന്നൊക്കെ പറയാം, ഒരു നല്ലൊരു പ്രതിരോധം തീർക്കാൻ. ഇതൊരു നോർമൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല, ബട്ട് അതിനെ ഒരു എഫിഷ്യന്റ് ടൂൾ ആയിട്ടാണ്, ഒരു പവർഫുൾ വെപ്പൺ ആയിട്ട് കൂടിയാണ് നമ്മൾ പൈത്തനെ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ കാണുന്നത്. സെക്കൻഡ് വരുന്നത് അതിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അതായത് അതിന്റെ വേഗതയും കൃത്യതയും എന്നൊക്കെ പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓട്ടോമേഷൻ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്യാനും പെട്ടെന്ന് ഹാക്കേഴ്സിനെ കണ്ടെത്താനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈത്തൺ വളരെ ഹെൽപ്ഫുൾ ആണ്. തേർഡ് പറയുന്നത് ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ് എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനാലിസിസിങ് പവർ, അനലൈസ് ചെയ്യാനായിട്ടുള്ള പവർ, അതായത് ഓരോ വിവരങ്ങൾ ശേഖരിക്കാനും അതേപോലെ തന്നെ അതിനെ നമുക്ക് അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനുമുള്ള. അപ്പോൾ എങ്ങനത്തെ ഡാറ്റ പാറ്റേൺസ് ആണെങ്കിലും എത്ര ഇതാണെങ്കിലും സിസ്റ്റത്തിന്റെ ഫാൾട്ട് ആണെങ്കിലും ഇതൊക്കെ കണ്ടെത്താനായിട്ടുള്ള ഇഷ്ടംപോലെ ലൈബ്രറീസ് പൈത്തണിലുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ തേർഡ് ഒരു ഇതാണ്. പിന്നെ പറഞ്ഞത് കരിയർ വെർസറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ കുറേ മികച്ച അവസരങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ. നിങ്ങൾ കേട്ട പോലെ തന്നെ സോക്ക് അനലിസ്റ്റ്, പെൻ ടെസ്റ്റ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആർക്കിടെക്ട്സ്, അവരാണ് ഓരോ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പൈത്തൺ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തേർഡ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ? നമ്മുടെ സിസ്റ്റം ഇന്റഗ്രിറ്റി. ആഫ്റ്റർ ഓൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ സിസ്റ്റം സെക്യൂർ ആയിരിക്കണം, നമ്മുടെ ഡാറ്റ സെക്യൂർ ആയിരിക്കണം. നമ്മുടെ കമ്പനിയുടെ ഡാറ്റ ആയാലും നമ്മുടെ പേഴ്സണൽ ഡാറ്റ ആയാലും ഇതൊക്കെ നമുക്കെന്നറിയാം. സൈബർ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അറ്റാക്സും കാര്യങ്ങളും അല്ലെ. നമ്മളിപ്പോ മിക്ക ദിവസവും ഉണ്ടാവും ആരെങ്കിലൊക്കെ ഓരോ സ്റ്റാറ്റസ്, എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഹാക്കായി, അല്ലെങ്കിൽ എന്റെ FB അക്കൗണ്ട് ഹാക്കായി, ആരെങ്കിലും ഇതിൽ മെസ്സേജ് ഉണ്ടാവും കുറച്ച് പൈസ അയച്ച അല്ലെ. അതിപ്പോ ലാസ്റ്റ് അതല്ലാണ്ടും പല കാര്യങ്ങളും പല ഓരോ ദിവസം വരുമ്പോഴേക്കും ഓരോ പുതിയ പുതിയ രീതിയിലാണ് ഇങ്ങനെ അറ്റാക്സും കാര്യങ്ങളും വരുന്നത്. അപ്പോ അവര് ഹാക്കേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ അതിനേക്കാൾ മുമ്പേ ചിന്തിച്ച് എങ്ങനെ അതിനെ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതിലാണ് നമ്മുടെ കഴിവുള്ളത്. അവിടെയാണ് ഒരു സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഒരു ഡൊമൈനിലെ ഒരു അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അതിലെ ഒരു ഓഫീസർ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പോ ഈ വെബിനാർ വൈൻഡപ്പ് ചെയ്യുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ കൂടെ പറയാനുള്ളത്. ഒരു കാര്യം മാത്രം ഓർക്കാം, പൈത്തൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വെറും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല, ബട്ട് അത് സൈബർ സെക്യൂരിറ്റി ലോകത്ത് ഒരു ഡിഫെൻസീവ് ടൂളും കൂടി ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത വല്ലതും ഉണ്ടോ? Any responses from your side? ഹായ്, എൻ്റെ പേര് അനന്ത് എന്നാണ്. പറയുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈബർ സെക്യൂരിറ്റി ആണ്, മാസ്റ്റേഴ്സ്. ഈ IP അഡ്രസ് നമ്മൾ പറയില്ലേ, ഇപ്പൊ ഇൻ കേസ് VPN വെച്ചിട്ടാണ് എങ്കിൽ അതെങ്ങനെയാ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുക?
അതിനുള്ള ടൂൾസും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ IP അഡ്രസ് കണ്ടെത്താന്നുള്ളതല്ല, നമുക്ക് ഈ ബേസിക് ടൂൾസിന്റെ പിന്നിലുള്ള പൈത്തൺ ലോജിക്സുകളാണ് പറഞ്ഞത്. ഓക്കെ. ഇതിപ്പോ ശരിയാണ്, എനിക്കും അറിയാം ഇങ്ങനെ VPN വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാം. അതും കണ്ടെത്താനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതായത് ലോഗുകളൊക്കെ ഒരു സീൻ ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ടൂൾസ് വെച്ചിട്ട് ലോഗ്സ് ഒക്കെ ഒരു വേറെ ഇതിലേക്ക് മാറ്റിയിട്ട്, അപ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ലോഗില് ഇപ്പോ ഉണ്ടല്ലോ, ലോഗ് വെച്ചിട്ടാണല്ലോ നമ്മൾ IP നോക്കുന്നത്. അപ്പൊ ഹാക്കറിന് ഇത്രയും ചെയ്യാമെങ്കിൽ ആ ഹാക്കറിന് ആ ലോഗും കൂടെ ഇത് ചെയ്യാനുള്ള ഇത് ചെയ്തൂടെ അല്ലെ? സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റം ചെയ്യുമ്പോൾ ആ ഹാക്കറിന് അതും കൂടെ ചെയ്യാല്ലേ? അപ്പൊ പിന്നെ ആ തെളിവേ ഇല്ലല്ലോ. അപ്പൊ പിന്നെ അയാളെ കണ്ടെത്താനുള്ളതുമില്ല. പക്ഷെ അതിനെയും ഇത് ചെയ്യാനായിട്ട് നമുക്ക് സീൻ ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ. ഇപ്പൊ അനന്തു എന്നല്ല പേര് പറഞ്ഞേ. അതെ, അനന്തു ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയുടെ ഇതിൽ നിന്ന് തന്നെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അനന്തുവിനും കേട്ടിട്ടുണ്ടാവും അങ്ങനെ സീൻ ടൂൾസ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റി ഇതിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ടൂൾസ് ഉണ്ട്. കുറെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 3 ടൂൾസിന്റെ കാര്യം മാത്രം. ഈ 3 ടൂൾസ് മാത്രമൊന്നല്ല, അതിൽ കൂടുതലുണ്ട്. ഇപ്പൊ നമുക്ക് പോർട്ട് സ്കാനിങ് ഉള്ള ടൂൾ ഉണ്ട്. പോർട്ട് സ്കാനിങ് നമുക്ക് വേണമെങ്കിൽ ഒരു പൈത്തൺ കോഡ് വെച്ച് ചെയ്യാം. അതേ കാര്യം തന്നെ നമുക്ക് തോന്നുന്നു വയർഷാക്ക് എന്ന് തോന്നുന്നു. വയർഷാക്ക് എനിക്ക് തെറ്റാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ടൂൾ അല്ലേ? Nmap അല്ലെ? Nmap വെച്ചിട്ടല്ലേ? Nmap അത് സ്കാനിങ് ടൂൾ ആണ് സർ. Nmap അത് വെച്ചിട്ട് യെസ് Nmap വെച്ചിട്ട് Nmap എന്നുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂളിന്റെ അതേ ലോജിക്കല് നമുക്ക് പൈത്തൺ കോഡിൽ ചെയ്യാം. സിമ്പിൾ കോഡ്സ് ചെയ്തിട്ട് അതേ ഇത് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കിപ്പോ ഈ ടൂൾസും പൈത്തൺ കോഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈത്തൺ കോഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ചെറിയ ഡാറ്റയാണ് ഇപ്പൊ നമുക്ക് ചെയ്തത്. ബട്ട് നമ്മുടെ റിയൽ വേൾഡിൽ നമുക്ക് വരുമ്പോൾ വലിയ ഡാറ്റ ആയിരിക്കും. അപ്പൊ വലിയ ഡാറ്റ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇപ്പൊ ഈ ചെറിയ കോഡ് ആയിരിക്കില്ല വേണ്ടത്, കുറെ കൂടെ വലിയ കോഡ് എഴുതിയിട്ടുള്ള ടൂളുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇങ്ങനത്തെ ടൂൾസ് AI വെച്ച് ഉണ്ടാക്കാൻ പറ്റും. AI വെച്ചിട്ടോ? ഓഫ് കോഴ്സ് AI ആണല്ലോ ഇപ്പൊ വരുന്നത്. ഇപ്പോ വെബ് നമ്മുടെ വെബ് ഡെവലപ്പർ ഇതാണെങ്കിലും ഇപ്പൊ ഡെവലപ്പേഴ്സിന്റെ എല്ലാവരുടെയും ഇത് അറ്റ് സ്റ്റേക്ക് എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഓരോ ദിവസവും ഓരോരോ ഇതാണ് AI വരുന്നത്, ഓരോ ടൂൾസ് വെച്ചിട്ട്. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേം തുടങ്ങുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പോയിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു വെബ് ആപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു IT ഫീൽഡിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ ഒരു ഫ്രണ്ട് എൻഡ് ഒരു ബാക്ക് എൻഡ്. ഇപ്പൊ നമുക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ ടൂൾസുകളുണ്ട്. എമർജന്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ലവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ AI ടൂൾസ് ഉണ്ട്. ഇതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിലും ഉണ്ട് കുറെ AI ടൂൾസ്. സാറ് ലൈവ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? സൈബർ സെക്യൂരിറ്റി ഞാൻ സൈബർ സെക്യൂരിറ്റി ഇതിലേക്ക് ലൈവ് പ്രൊജക്ട്സ് ചെയ്തില്ല. ഞാൻ പൈത്തണിലാണ് കൂടുതൽ. ഞാൻ പൈത്തൺ ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പൈത്തൺ കൺസൾട്ടന്റ്, ഞാൻ പൈത്തൺ ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നത്. ഞാൻ സൈബർ സെക്യൂരിറ്റിയിലേക്ക് അത്ര ഇതായിട്ട് ചെയ്തില്ല. ഞാൻ കൂടുതലും പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്നത്. Any other doubts? സാർ ആ കോഡ് PDF അയക്കാൻ പറ്റും? ഏതാ സാറ് കാട്ടി കോഡില്ലേ, അതൊരു PDF കിട്ടും. PDF ആയിട്ട് അയച്ചു തരാം. ഞാനിപ്പോ ഒരു ഫീഡ്ബാക്ക് ഫോം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ. ജസ്റ്റ് ഒരു മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് ഫിൽ ചെയ്ത് തരാം.
സോ നമ്മുടെ വെബിനാർ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാകുന്നുണ്ട്. 8 മണി വരെയാണ്. നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ സമയം ഇത്രയും സമയം ഈ വെബിനാറിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നുള്ളതും എന്താണ് പൈത്തൺ എന്നുള്ള ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് സൈബർ സെക്യൂരിറ്റിയില്, അതേപോലെ എന്താണ് ഡിക്ഷണറി എന്നുള്ള കൺസെപ്റ്റ്, എങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ സൈബർ വേൾഡിലുള്ള ടൂൾസിന്റെ പിന്നിലുള്ള ലോജിക് എന്നുള്ള മനസ്സിലായി. നെക്സ്റ്റ് നാളെ ഇപ്പൊ നിങ്ങൾ ഈ ഫീൽഡിൽ ഒരു സോക്ക് അനലിസ്റ്റോ മറ്റൊക്കെ ആയിട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ വസു എന്ന് പറഞ്ഞ ടൂളോ അല്ലെങ്കിൽ സ്പ്ലങ്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ലോജിക് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ ലാബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കുറെ ഇത് കിട്ടും, കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ട്രൈ ഔട്ട് ചെയ്യാം, പഠിക്കുക. ഓരോ ചില ബ്ലോഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ടൂൾസ് ഇപ്പൊ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു AI ടൂൾസ് ഉണ്ടോ? അല്ലെ, നമുക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. കുറെ ടൂൾസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ടൂൾസുകൾ പഠിക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കോഡിംഗ് ഒക്കെ നമുക്ക് ലോജിക്ക് നമ്മൾ പ്രാക്ടീസ്, ഇപ്പൊ ആ ലോജിക് കോഡിന്റെ രീതി കണ്ടില്ലേ എന്താ ചെയ്തെന്നുള്ളത്. ആദ്യം ഫയൽ ഓപ്പൺ ചെയ്തു, റീഡ് ചെയ്തു, ഫിൽട്ടർ ചെയ്തു. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതേ രീതി തന്നെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഇത് നമുക്ക് കൂടുതൽ ഇതാക്കാനായിട്ട് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ സ്റ്റേ കണക്റ്റഡ് വിത്ത് us. നമ്മൾ ഇതേപോലെ തന്നെ ഇനിയും കുറെ ടൂൾസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ ഇനിയും വരും പുതിയ വെബിനാർസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വീണ്ടും സ്റ്റേ കണക്റ്റഡ്. നിങ്ങൾക്ക് വീണ്ടും നമ്മളെ ഫോളോ അപ്പ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഒരു ഒരു ഡിസിഷൻ വയ്ക്കാം. നിങ്ങളൊരു കോൺഫിഡന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്, അതാണ് മതി. കോഡ് എന്നെ കൊണ്ട് പറ്റും, അയ്യോ കോഡ് ഇത്ര ഇതാണെന്നില്ല, കോഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ലോജിക് ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്നുണ്ടല്ലോ, നമുക്കത് ചെയ്യാനും പറ്റും. സോ കൺസിഡർ ദിസ് നോട്ട് ആസ് യുവർ എന്താ ഒരു ജേർണിയുടെ എൻഡിങ് ആണോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇതൊരു ബിഗിനിങ് ആണ്. ഫ്രം ഹിയർ നമുക്ക് നമ്മളെ സൈബർ സെക്യൂരിറ്റി നമ്മുടെ എന്താ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരുത്തർക്കും സൈബർ സെക്യൂരിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുണ്ടോ. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോറായിട്ട് ഓപ്പണിംഗ് ഡോറായിട്ടോ ഒക്കെ ഇത് കൺസിഡർ ചെയ്യാം. സോ പ്രിപ്പയർ യുവർ സെൽഫ്, സ്റ്റഡി യുവർ സെൽഫ് ആൻഡ് സ്റ്റേ കൺട്രോൾ വിത്ത് us. ഓക്കെ, ഞാൻ എല്ലാവരും ഫീഡ്ബാക്കിൽ ഞാനൊരു ഇതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഇതിനെ കുറിച്ച് അറിയണോ എന്നുള്ളൊരു ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിലും ഫിൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പുതിയ ഓരോ ടോപ്പിക്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.